എടി അതുകൂടി മാറ്റടി, എനിക്ക് ശരിക്കും കാണുന്നില്ല. നീ ആ ടോപ്പ് ഫുള്ള് മാറ്റേ. ഞാനല്ലേ പറയുന്നത്? വേണ്ട റോയ്, എനിക്ക് പേടിയാ. ഇത്ര കണ്ടാൽ മതി, ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞു മതി. മേധയുടെ മിഴികൾ കൂമ്പി. നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. റോയ് പിണങ്ങി. പിണങ്ങലേ റോയ്, എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പേടികൊണ്ടാ. ചെയ്യുന്ന തെറ്റല്ലേ, ഞാനല്ലേ കാണുന്നത്. എന്നായാലും നീ എൻ്റെ അല്ലേ, ഒന്ന് കാണിച്ചു തരാനല്ലേ പറഞ്ഞുള്ളൂ. എന്നോട് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ കാണിച്ചു തന്നാൽ മതി. ഞാൻ കാണിക്കാം. നീ എന്നോട് പിണങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിണങ്ങി നിന്ന റോയിയുടെ മുഖം വിടർന്നു. ഫോൺ മേശയ്ക്ക് മുകളിൽ ചാരി വെച്ച ശേഷം മേധ ഇട്ടിരുന്ന വസ്ത്രം മാറ്റി. അവളുടെ നഗ്നത അവനെ ഹരം കൊള്ളിച്ചു. ഇത്ര പോരെ, ഇനി ഞാൻ ഡ്രസ്സ് ഇടട്ടെ? അതുകൂടി മാറ്റു പെണ്ണേ. എന്നെ ഇത്ര കൊതിപ്പിച്ചിട്ട് പറ്റിക്കല്ലേ നീ. എന്തു ഭംഗിയാ നിന്നെ കാണാൻ. എനിക്ക് കൊതിയായിട്ട് പാടില്ല. റോയിയുടെ വാക്കുകൾ കേട്ട് മേധ നാണം കൊണ്ട് മുഖം കുനിച്ചു. ഇത്ര മതി റോയി, എനിക്ക് നാണം വരുന്നു. ഇനി പിന്നെ ഇത്രയും നേരം ഭയമാണ് എന്ന് പറഞ്ഞവൾക്ക് ഇപ്പോൾ നാണമായി തുടങ്ങിയെന്ന് കണ്ടപ്പോൾ റോയിക്ക് ആവേശമായി. എൻ്റെ മുന്നിൽ നിനക്ക് എന്തിനാ നാണം? നീ എൻ്റെ അല്ലേ പെണ്ണെ. നീയും നിന്റെ ശരീരവും എന്നായാലും എൻ്റെ സ്വന്തം തന്നെയാ. ഇന്നെനിക്കിനി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യം തോന്നിയ ഭയം അവൾക്ക് നാണത്തിലേക്ക് മാറിയിരുന്നു. അവൻ്റെ നിർബന്ധം കൊണ്ട് മേധ അവൻ്റെ വാക്കുകൾ അനുസരിച്ചു. ആദ്യമായിട്ടാണ് ഒരു പുരുഷന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. നേരിട്ടല്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു അവൾക്ക്. സ്നേഹം കൊണ്ടല്ലേ ചോദിക്കുന്നത്, എന്നോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക എന്നൊക്കെ കരുതി മേധ സമാധാനിച്ചു. അവളുടെ ശരീരം റോയിയെ വല്ലാതെ കൊതിപ്പിച്ചു. എൻ്റെ പെണ്ണിന് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നോ? എനിക്കിതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പെണ്ണെ. നാട്ടിൽ വന്നാൽ ഉടനെ വീട്ടിൽ പറഞ്ഞ് നമുക്ക് കെട്ടാം. എൻ്റെ മേധക്കുട്ടി സുന്ദരി തന്നെ. അവൻ്റെ സംസാരം അവളെ പുളകിതയാക്കി. കണ്ട് കൊതി തീർന്നെങ്കിൽ ഞാൻ ഡ്രസ്സ് ഇടട്ടെ? വേണ്ട, നിക്ക്, ഞാൻ നന്നായി ഒന്ന് കണ്ടോട്ടെ. നീ കുറച്ചുകൂടെ ഫോണിൻ്റെ അടുത്തേക്ക് നിൽക്ക്. മേധ അവൻ പറഞ്ഞതുപോലെയൊക്കെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നിന്നുകൊടുത്തു. അതൊരു തുടക്കമായിരുന്നു. മേധയുടെ വിശ്വാസം നേടിയെടുത്ത റോയി പലപ്പോഴായി അവളിൽ നിന്നും നഗ്നചിത്രങ്ങളും ശരീരത്തിൻ്റെ അഴകളവുകൾ പകർത്തിയെടുത്ത വീഡിയോകളും വാട്സപ്പിലൂടെ വാങ്ങി. റോയിയെ കണ്ണുമടച്ച് വിശ്വസിച്ച് തൻ്റെ നഗ്നത വെളിവാക്കുന്ന വീഡിയോകൾ അവൾ ധാരാളം അവന് നൽകി. ഇതൊക്കെ കൊടുത്ത് അവനോടുള്ള സ്നേഹം അവൾ പ്രൂവ് ചെയ്തു. അതൊക്കെ കണ്ട ശേഷം റോയിക്ക് തന്നോടുള്ള കെയറും സ്നേഹവും കൂടിയെന്ന് മേധയ്ക്ക് തോന്നി. വല്ലപ്പോഴും ആയിരുന്ന ഇത്തരം പ്രവൃത്തികൾ പോകെ പോകെ സ്ഥിരമായി. മേധ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. റോയി ഗൾഫിൽ ജോലി ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ 10 വയസ്സോളം വ്യത്യാസമുണ്ട്. 6 മാസം ഇൻസ്റ്റഗ്രാം വഴിയാണ് അവർ പരിചയപ്പെട്ടത്. റോയി കല്യാണം കഴിച്ച ആളാണ്. അവന് ഇതൊക്കെ കൂട്ടുകാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ബന്ധമാണ്. വിദേശത്ത് നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ അവൾ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. മേധ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസ് അവൻ റൂമിലുള്ള മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കും. എന്നിട്ട് അവരിൽ നിന്നും പകരമായി കാശും എണ്ണി മേടിക്കും. വെള്ളിയാഴ്ച തോറും വീഡിയോ കോൾ വിളിച്ച് മേധയെ കൊണ്ട് ഡ്രസ്സ് മുഴുവനും മാറ്റിച്ച് അതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അവൾ വീഡിയോ കോളിൽ ഡ്രസ്സ് മാറ്റുമ്പോൾ റൂമിലുള്ള മറ്റുള്ളവർ ക്യാമറയ്ക്ക് മുൻപിൽ വരാതെ മാറി നിന്ന് കണ്ടാസ്വദിക്കും. ഇതിനൊക്കെ റോയ് അവരിൽ നിന്നും കാശും വസൂലാക്കും. സോഷ്യൽ മീഡിയ വഴി കണ്ടുപിടിച്ച കാമുകനെ അന്ധമായി വിശ്വസിച്ച് അവൻ പറയുന്ന എല്ലാ വൃത്തികേടുകളും അവനോടുള്ള സ്നേഹത്തിൽ മതിമറന്ന് അവൾ അയച്ചു കൊടുത്തു. പക്ഷേ അതവളുടെ ജീവനെടുക്കാൻ പാകത്തിൽ തിരിഞ്ഞു കൊത്തുമെന്ന് മേധ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. റോയ് റൂമിലുള്ളവർക്ക് അയച്ചു കൊടുത്ത മേധയുടെ ഫോട്ടോസും വീഡിയോയുമൊക്കെ കൂട്ടത്തിൽ ഒരുത്തൻ ഹോട്ട് മല്ലു ഗേൾസ് എന്ന പോൺ സൈറ്റിൽ നല്ലൊരു തുകയ്ക്ക് വിറ്റു. നിമിഷങ്ങൾക്കുള്ളിലാണ് മേധയുടെ വീഡിയോ ലോകം മുഴുവനും പടർന്നത്. പല ഗ്രൂപ്പുകളിലും ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ മേധയുടെ വീഡിയോസും ഫോട്ടോസും ഷെയർ ആയിക്കൊണ്ടിരുന്നു. മേധയുടെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കന്മാരുടെ കയ്യിലും അതെത്തി. അവന്മാർ അത് പരിചയമുള്ള മറ്റു ബോയ്സിന് കൈമാറി. ഇതൊന്നും അറിയാതെ പിറ്റേന്ന് കോളേജിൽ പോയവളെ കാത്തിരുന്നത് മോശം അനുഭവങ്ങളായിരുന്നു. നീ ഇത്തരക്കാരിയാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾക്കും തരുമോ ഇതുപോലെ? തുടങ്ങിയ വൃത്തികെട്ട ഭാഷയിലുള്ള ഒളിഞ്ഞും തെളിഞ്ഞും ചില ചെക്കന്മാർ അവളോട് ചോദിച്ചു. മേധ കാര്യം മനസ്സിലാകാതെ പകച്ചു നോക്കുമ്പോൾ കൂട്ടുകാരി സ്വാതി അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. സ്വാതി, ഇവരെന്താ എന്നോട് ഇങ്ങനെയൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നി. നീ ഇത് കണ്ടോ മേധ? ഇവിടെയുള്ള സകല അവന്മാരുടെയും കയ്യിൽ നിന്റെ ഫോട്ടോസും വീഡിയോസും ആണ്. കോളേജിൽ തന്നെയുള്ള അവളുടെ ബോയ് ഫ്രണ്ട് അമൽ അയച്ചു കൊടുത്തു മേധയുടെ ചിത്രങ്ങളും വീഡിയോയും. സ്വാതി അവളെയും കാണിച്ചു കൊടുത്തു. സ്വാതി, ഇത് ഞാൻ
അയ്യോ എൻ്റെ ദൈവമേ! ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയവൾ തലയ്ക്ക് കൈകൊടുത്ത് ഇരുന്നു പോയി. ഗൾഫിലുള്ള നിന്റെ കാമുകൻ ചതിച്ചതാവുമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ അയച്ചു കൊടുക്കുന്നതിന് മുൻപ് നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. സ്വാതി അവളെ കുറ്റപ്പെടുത്തി. ഞാനിനി എന്താ സ്വാതി? ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ? പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നീ. അല്ലാതെ ഞാനെന്ത് പറയാനാ? ഒക്കെ ചെയ്തു വെച്ചിട്ട് ഇനി കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? മേധ ഫോൺ എടുത്ത് റോയിയെ വിളിച്ചെങ്കിലും കോള് കിട്ടിയില്ല. സംഭവം ലീക്കായി എന്നറിഞ്ഞ റോയി കേസ് എങ്ങാനും വന്നാലോ എന്ന് ഭയന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഡിലീറ്റാക്കി ഗൾഫിലെ നമ്പർ മാറ്റിയിരുന്നു. തളർച്ചയോടെ അവൾ ബെഞ്ചിലിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്നും മമ്മിയുടെ കോൾ അവൾക്ക് വന്നത്. മേധ കോൾ എടുത്തു. എടി നശിച്ചവളെ, കുടുംബത്തിൻ്റെ മാനം കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായോ? നീ ആരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുവാടി? മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നു. നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മമ്മി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നിന്നെപ്പോലെ ഉള്ളതിനെയൊക്കെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലണമായിരുന്നു. പ്രാഗിക്കൊണ്ട് മമ്മി ഫോൺ വെച്ചു. മമ്മി പറഞ്ഞു, പപ്പയെ അറിഞ്ഞു കാണും. ഞാനിനി അവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? മേധ പൊട്ടിക്കരഞ്ഞു. സ്വാതി, ഒന്നിങ്ങോട്ട് വാ. ക്ലാസ് റൂമിന് വെളിയിൽ വന്ന് അമൽ അവളെ വിളിച്ചു. അമൽ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വരാം. സ്വാതി പുറത്തേക്കിറങ്ങി. നീ ഇവളോട് കൂട്ടുകൂടി നടക്കണ്ട. അത് നിനക്ക് കൂടി ചീത്തപ്പേരാവും. ഇവളെങ്ങനെയുള്ളവളാണെന്ന് നീ കണ്ടതല്ലേ? അമലിൻ്റെ ഉറക്കെയുള്ള സംസാരം കേട്ട് മേധയ്ക്ക് അപമാനവും സങ്കടവും തോന്നി. അമൽ പ്ലീസ്, അവൾ കേൾക്കും. മേധയെ അവളുടെ ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്തതാ. സത്യം അത് തന്നെയാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. അവൾ സ്വാതിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയി. മേധയും രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റ് ക്ലാസ് റൂമിന് പുറത്തേക്കിറങ്ങി. ഇടനാഴിയിൽ കൂടി നടക്കുമ്പോൾ അശ്ലീല ചുവയുള്ള സംസാരവും നോട്ടവും ചിലവന്മാരുടെ തട്ടലും മുട്ടലും കൂടിയായപ്പോൾ മേധയുടെ മനസ്സിടിഞ്ഞു. ഈ കളിയാക്കലും ആക്ഷേപവും സഹിച്ച് ജീവിക്കാൻ തനിക്കാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. താൻ ജീവിച്ചിരിക്കുന്നത് വീട്ടുകാർക്ക് നാണക്കേട് കൂട്ടുകയുള്ളൂ. കയ്യിലിരുന്ന ബാഗ് വലിച്ചെറിഞ്ഞവൾ മുകൾ നിലയിലേക്ക് ഓടിക്കയറി. മുകളിൽ നിന്നും താഴേക്ക് ചാടിയ മേധ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് നടുവിലേക്ക് വന്നു വീണു. തലയോട് പൊട്ടി ചോര പരന്നൊഴുകുമ്പോൾ അവളുടെ ശ്വാസവും നേർത്തുപോയി. ആ ശരീരം നിശ്ചലമാകുമ്പോൾ അവസാനമായി ദൈവത്തോട് അവൾ പ്രാർത്ഥിച്ചത് ഇനിയും മേധമാർ ഉണ്ടാവരുതേ എന്നാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.